അപ്പോൾ എല്ലാവരെയും ദുര്യോധനൻ തൻ്റെ വശത്താക്കി ധനം കൊടുത്ത് വശത്താക്കാമെന്നുള്ളതാണ് ഈ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം. ഭരണത്തിൻ്റെ അധികാരത്തിലിരിക്കുന്നവർക്ക്, അവരെ എതിർക്കുന്നവരെ മിണ്ടാതെ ആക്കാനുള്ള ഒരു ഉപാധി ധനത്തിൻ്റെ ദുർവിനിയോഗമാണ്. ഇത് ധനത്തിൻ്റെ വിനിയോഗമല്ല, ഇത് ധനത്തിൻ്റെ ദുർവിനിയോഗമാണ്. അങ്ങനെ ധനം ദുർവിനിയോഗം ചെയ്യുന്നതിൽ, തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിധി നിക്ഷേപത്തിൽ നിന്ന് ധനമെടുത്ത് ദുർവിനിയോഗം ചെയ്യുന്നതിൽ ഒരു മടിയുമുള്ള ആളായിരുന്നില്ല ഇദ്ദേഹം. പാണ്ഡു അങ്ങനെ ആയിരുന്നില്ല. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് അദ്ദേഹം ധനം വിനിയോഗിക്കുന്ന ആളായിരുന്നില്ല. ഏതാണ്ട് സന്യസ്തമായ ഒരു ജീവിതമായിരുന്നു രാമൻ്റേത്. സന്യസ്തമായ ജീവിതമായിരുന്നു. ആവശ്യങ്ങൾ വളരെ പരിമിതം, ആർഭാടങ്ങളൊന്നുമില്ല, ഭക്ഷണങ്ങളിൽ ആർഭാടമില്ല, ഒരു കാര്യത്തിലും ആർഭാടമില്ല. ഈ സിംഹാസനത്തിലിരിക്കുമ്പോൾ ആ സിംഹാസനത്തിലിരിക്കുന്നതിൻ്റെ യൂണിഫോം അണിയും എന്നുള്ളതല്ലാതെ, അതാണ് ചെങ്കോലവും കിരീടവും ഒക്കെ എന്നതല്ലാതെ, വ്യക്തി എന്നുള്ള നിലയിൽ വളരെ പരിമിതാവശ്യനായിരുന്നു അദ്ദേഹം. അതാണ് ഒരു ഭരണാധികാരിക്ക് ഋഷിമാർ വിധിച്ചിരിക്കുന്ന ജീവിത രീതി. അതുകൊണ്ടാണ് രാജാവിനെ രാജാവെന്നല്ല അന്ന് പറഞ്ഞിരുന്നത്, രാജർഷി എന്നാണ്. രാജാവുമായിരിക്കണം, അതോടൊപ്പം ഋഷിയുമായിരിക്കണം. ഉദാഹരണമായിട്ട് എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് ജനകനെയാണ്. ജനകനാണ് അതിന് ഉത്തമ മാതൃകയായിരുന്നത്. അത് നേരത്തെ ഉറച്ചുപോയി, അല്ലെങ്കിൽ രാമനെ പറഞ്ഞേനെ രാജർഷി എന്ന്. രാമനെയും രാജർഷി എന്നാണ് പറയുന്നത്. അത് ജനകൻ നേരത്തെ തന്നെ ആ സ്ഥാനം തട്ടിയെടുത്തതുകൊണ്ട് അത് രാമനിൽ വേരുറച്ചില്ല, രൂഢമായില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വന്തം കാര്യത്തിന് വേണ്ടി ജനങ്ങളുടെ സ്വത്ത് ജനങ്ങൾ കരമായിട്ട് കൊടുത്ത, അന്ന് വലിയ കരമാണ് ഈടാക്കിയിരുന്നത്. 1/6 കരം ഉൽപ്പാദനത്തിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് ധനമെടുത്ത് സ്വന്തം കാര്യത്തിനോട് ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദുര്യോധനൻ കൊട്ടാരത്തെയും രാജ്യത്തെയും പാണ്ഡവരെ നശിപ്പിക്കുന്നതിന് പെട്ടെന്ന് ഉപയോഗിക്കത്തക്ക വിധത്തിൽ സജ്ജമാക്കി വെച്ചു. സത്വരോപയോഗത്തിന് സജ്ജമാക്കി വെച്ചു രാജ്യത്തിൻ്റെ ഘടകങ്ങളെ. ഇതെല്ലാം രാജ്യത്തിൻ്റെ ഘടകങ്ങളാണ്, അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഭരണയന്ത്രത്തിൻ്റെ ഘടകങ്ങളാണ്. ഈ ഭരണയന്ത്രത്തിൻ്റെ ഘടകങ്ങളെ മുഴുവനും തനിക്ക് അനുകൂലമായി പ്രവർത്തിപ്പിക്കാൻ സജ്ജമാക്കി വെച്ചിട്ടാണ് അച്ഛനെ സമീപിച്ച് ഇവരെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കണമെന്ന് പറഞ്ഞത്. പിന്നീട് ഊണ് കഴിക്കാൻ അവരുടെ ഭക്ഷ്യഗൃഹത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ വേലക്കാരികൾ വിളമ്പി കൊടുക്കുന്നവർ ഒക്കെ പറയുന്നു, നമുക്ക് വാരണാവതത്തിൽ ഉത്സവം കാണാൻ പോകണ്ടേ, എന്തൊരു ഘോഷമാണെന്നറിയാമോ വാരണാവതത്തിൽ, പോകണ്ടേ നമുക്ക്, പിന്നെ നമുക്ക് പോകണം. കുതിരപ്പന്തിയിൽ ചെന്നാൽ കുതിരപ്പന്തിയിൽ നിന്ന് ഇതേ സംസാരം, ആനപ്പന്തിയിൽ ചെന്നാൽ ആനപ്പന്തിയിൽ നിന്ന് ഇതേ സംസാരം. വാരണാവതത്തിലെ ഉത്സവത്തിൻ്റെ ആഘോഷത്തിൻ്റെ മഹനീയമായ കാഴ്ച വസ്തുക്കളെക്കുറിച്ചുള്ള വർണ്ണന ഇതെല്ലാം ഇദ്ദേഹം ഏർപ്പാട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. എല്ലായിടത്തും ഓരോ രംഗത്തുമുള്ള തൊഴിലാളികളെല്ലാവരും എന്ത് ചെയ്യുന്നു, ഭൃത്യന്മാരെല്ലാവരും എന്ത് ചെയ്യുന്നു, ഈ വാരണാവതത്തിലെ ഉത്സവത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് പ്രശംസിക്കുന്നു. അപ്പോൾ ധർമ്മപുത്രൻ അന്വേഷിച്ചു, എന്താ ഇപ്പോൾ വാരണാവതത്തിൽ ഇത്ര വലിയൊരു ഘോഷം? അതങ്ങനെയാണ്, അവിടെ നമ്മുടെ സാമ്രാജ്യത്തിലെ എല്ലാത്തരം ആഘോഷങ്ങളും ഒന്നിച്ച് പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് വാരണാവതത്തിലെ ഉത്സവം. കണ്ടിട്ടില്ലേ? ഇല്ല, കണ്ടിട്ടില്ല. എങ്കിൽ പോയി കാണേണ്ടതാണ് എന്നിങ്ങനെ മന്ത്രിമാർ ഉപദേശിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ധൃതരാഷ്ട്ര ധർമ്മപുത്രരെയും പാണ്ഡവന്മാരെയും വിളിക്കുന്നത്. വിളിച്ചിട്ട് പറഞ്ഞു, പുത്ര, നിനക്ക് പോകണമെന്ന് താല്പര്യം തോന്നുന്നത് അറിഞ്ഞല്ലോ. പോയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇദ്ദേഹം അങ്ങോട്ട് വാചാലമായിട്ട് സംസാരിക്കുകയാണ് വാരണാവതത്തിൽ നടക്കാൻ പോകുന്ന ഉത്സവത്തെക്കുറിച്ച്, അവിടെ കെട്ടാൻ പോകുന്ന കൊട്ടാരത്തെക്കുറിച്ച്. അപ്പോൾ ധർമ്മപുത്രർക്കൊരു സംശയം വന്നു, ഇതിപ്പോൾ എന്നെ ഉത്സവത്തിന് വിട്ടേ അടങ്ങൂ എന്നുള്ള നിലയിലാണല്ലോ ഇദ്ദേഹം സംസാരിക്കുന്നത്. പറഞ്ഞില്ല, മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. അപ്പോൾ അത് സംശയത്തോടുകൂടി ഇദ്ദേഹത്തിൻ്റെ ഈ അതിവാചാലത സംശയത്തിന് കാരണമാക്കി ധൃതരാഷ്ട്രരുടെ. പിന്നീട് വിതുരർ പറഞ്ഞു, അതൊരു നല്ല അന്ത്യത്തിന് വേണ്ടിയാണ് ധൃതരാഷ്ട്രർ ഉദ്യമിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം. ഞാൻ ചാരന്മാരെ നിയോഗിച്ചിട്ടുണ്ട്, അവർ ഇതിൻ്റെ യഥാർത്ഥമായ വിവരം എന്താണെന്നുള്ളത് എവിടെ നിന്നെങ്കിലും അവർ സമാഹരിച്ചു കൊണ്ടുവന്ന് തരും. പിന്നെ പോകാൻ നിർബന്ധമായി. അപ്പോൾ ഭീമന് തോന്നി,
ഒന്ന് പോയി കാണണമല്ലോ, ഇത്രയും വലിയ കാഴ്ചകൾ ഒക്കെ ആണല്ലോ, അങ്ങനെയാണെങ്കിൽ പോയി കാണണമല്ലോ, അതുപോലെ താഴോട്ടുള്ളവർക്കും തോന്നി. അപ്പോൾ അവരും കാര്യം അറിഞ്ഞുകൂടാതെ അവരും ധർമ്മപുത്രരെ നിർബന്ധിക്കാൻ തുടങ്ങി. അങ്ങനെ അതെല്ലാവരും അറിഞ്ഞു. ഇവർ പോകാൻ പോകണമെന്നുള്ളത് പോകാൻ പോകുന്നവരെ ഉദ്ഘോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊട്ടാരത്തിലെ മറ്റുള്ള ആളുകൾ ഉദ്ഘോഷിക്കാൻ തുടങ്ങി. പോയി എന്നുള്ള നിലവരെ എത്തി. അപ്പോൾ പിന്നെ പോകാതിരിക്കുന്നത് അത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നി. അങ്ങനെയാണ് പോകാൻ തയ്യാറെടുക്കുന്നത്. അങ്ങനെ തയ്യാറെടുക്കുകയും പോവുകയും ചെയ്തു. പോകുന്ന സമയത്ത് വിതുരർ കൊടുക്കുന്ന ഉപദേശമുണ്ട്. അത് വിതുരരുടെ ബുദ്ധിശക്തി പ്രകടിപ്പിക്കുന്നതാണ്. പറയും, ഒരു മനുഷ്യനെ കൊല്ലാൻ ലോഹം കൊണ്ട് നിർമ്മിച്ച ആയുധം തന്നെ വേണമെന്നില്ല ധർമ്മപുത്ര. ധർമ്മപുത്രൻ വിചാരിച്ചത് എന്താ ഇത് ഈ സന്ദർഭത്തിന് യോജിക്കാത്ത തരത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ വിതുരർ നേരത്തെ മനസ്സിലാക്കിയിരുന്നോ? ഇതാണ് ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം അറിയാമെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്താലും അയാൾ എന്താണ് ലക്ഷ്യമാക്കുന്നതെന്നുള്ളത് ബുദ്ധിമാന്മാർക്ക് ഊഹിക്കാൻ സാധിക്കും. അതിനെതിരായിട്ട് അയാൾ ഒരിക്കലും പ്രവർത്തിക്കില്ല. അപ്പോൾ അയാളുടെ സ്വഭാവവും അയാളുടെ പ്രവർത്തന രീതിയും എപ്പോഴും ഒരു തത്വമനുസരിച്ചായിരിക്കും മുന്നോട്ട് നീങ്ങുന്നത്. ഇതിനെയാണ് ഫങ്ഷണൽ ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. അങ്ങനെയാണ് പ്രവചിക്കുന്നത്. അല്ലാതെ നാം വിചാരിക്കുന്നത് പോലെ അത്ര വലിയ അത്ഭുതങ്ങളൊന്നും വേണ്ട അതിന്. വെറുതെ പഠനം മാത്രം മതി. സൂക്ഷ്മമായ നിരീക്ഷണമുണ്ടെങ്കിൽ ഒരു വ്യക്തി ഏത് അബദ്ധത്തിൽ ചെന്ന് ചാടാൻ സാധ്യതയുള്ളവരാണ് എന്ന് നല്ല ബുദ്ധിശക്തിയുള്ള പൂർണ്ണമായ ബുദ്ധിശക്തിയുള്ള ഒരാൾക്ക് ദീർഘദർശനം ചെയ്യാൻ സാധിക്കും. അങ്ങനെ ദീർഘദർശനം ചെയ്യുന്ന ഫിലസോഫിക്കൽ സമ്പ്രദായത്തിൻ്റെ ദാർശനിക സമ്പ്രദായത്തിൻ്റെ പേരാണ് ഫങ്ഷണൽ ഡിറ്റർമിനിസം. അപ്പോൾ അത് വെച്ചാണ് ഇദ്ദേഹം ഇത് കണ്ടുപിടിക്കുന്നത്. ധൃതരാഷ്ട്രയുടെ ലക്ഷ്യം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്താണ് ധൃതരാഷ്ട്രയുടെ ലക്ഷ്യം? അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ദുര്യോധനന് സമ്പൂർണ്ണമായി ഭരണം കിട്ടുക എന്നതാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ പ്രത്യേകത എന്താണ്? അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ പ്രത്യേകത അനർഹമായ തരത്തിലുള്ള പുത്രവാത്സല്യം, പാപകർമ്മത്തോളം എത്തുന്ന പുത്രവാത്സല്യം, മറ്റുള്ളവരാരെയും പരിഗണിക്കാതെയുള്ള പുത്രവാത്സല്യം, തൻ്റെ പുത്രന്മാർ മാത്രം സുഖമായി ജീവിച്ചാൽ മതി എന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പുത്രവാത്സല്യം, പുത്രസ്നേഹം, പുത്രാഭിനിവേശം, പുത്രന്മാർക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ സന്നദ്ധത, എന്ത് അക്രമ മാർഗങ്ങളും അദ്ദേഹം അതിനുവേണ്ടി സ്വീകരിക്കും. അപ്പോൾ അതറിയാം. അത് വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമറിയാം. ദുര്യോധനൻ്റെ ലക്ഷ്യമറിയാം. ദുര്യോധനെ സഹായിക്കുന്ന ആളുകളുടെ സ്വഭാവം അറിയാം. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ചെയ്യാനിടയുള്ള സംഗതി എന്തായിരിക്കും? പാണ്ഡവന്മാരെ നശിപ്പിക്കാനുള്ള കൃത്രിമമായ മാർഗങ്ങൾ, തന്ത്രപരമായ മാർഗങ്ങൾ, അതിൻ്റെ നയങ്ങൾ, അതിൻ്റെ ഹീന നയങ്ങൾ സ്വരൂപിക്കുക എന്നതായിരിക്കും അവരുടെ എപ്പോഴത്തെയും പ്രവർത്തനത്തിൻ്റെ പിന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം. ഇത് കണ്ടറിയുന്നതിന് അത്ര മഹത്തായ ബുദ്ധിശക്തിയൊന്നും ആവശ്യമില്ല.